ഹായ് മൈ ഡിയേഴ്സ്. ഇന്ന് ഞാൻ ഒരു ചെറിയ മേക്കപ്പൊക്കെ ചെയ്യാൻ പോവുകയാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ നമുക്ക് കുറച്ച് ആകെ സ്കൂളിൽ ബസ്സിൽ കൊണ്ടാക്കും ആകെ ചപ്ര മുടിയായിട്ടൊക്കെയാണ് കേട്ടോ ഓടിപ്പോയത്. ഒരു മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല. കുളിച്ച് ആ ബഹളത്തിൽ അങ്ങോട്ട് പോയി. ഇനി വേണം, ഇനി ആര് വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ മേക്കപ്പൊക്കെ ചെയ്യാം. ആദ്യം കൺമഷിയൊക്കെ എടുത്തിട്ടുണ്ട്. കൺമഷിയാണ് ഞാൻ എഴുതാം. എവിടെ നിന്നാ ഓൺലൈനിൽ എവിടെ നിന്നോ മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെ നിന്നോ മേടിച്ചതാണ്. അയ്യോ, വീഡിയോ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി, ക്രീമൊക്കെ ഇട്ടു, പുരികരൊക്കെ എഴുതി. ഞാൻ വീഡിയോ ഓൺ ചെയ്തതെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തില്ല. അതിന് ക്ഷീണമൊക്കെ മാറി നമുക്ക് ആക്റ്റീവായിട്ടിരിക്കണ്ടേ. അപ്പോൾ അതൊക്കെ മാറാൻ വെച്ചാൽ ഒരു 4 മണിക്ക് എത്തിയിട്ടാണ് മക്കളെയൊക്കെ പറഞ്ഞാക്കി 8 മണിക്ക് അവർക്ക് ബസ് വരെ. അപ്പോൾ ഇങ്ങനെ ചായ, ചോറ് എല്ലാം ഒക്കെ ആക്കി. ഇനി എനിക്കൊരു സിന്ദൂരം കൂടി തൊടാനുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് വരെ. ഓക്കെ, ഞാൻ എന്നിട്ട് സിന്ദൂരം തൊടാൻ വേറെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൂജാ റൂമിൽ വയ്ക്കുന്ന സിന്ദൂരാണ്. കൂടി കുറിയും തൊട്ട് ക്ഷീണമൊക്കെ മാറിയാവാം. മൊത്തൊരു ക്ഷീണത്തിനൊരു കുറവില്ലേ. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനി കുറച്ച് നാമം ജപിക്കും കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പോയില്ലേ, എന്നിട്ടാണ് ഇനി നാമം ജപിക്കാനുള്ളത്. നാമം ജപിക്കുന്നത്. ഓക്കെ, നമുക്ക് നാമം ജപിക്കാം. സത്യം പറഞ്ഞാലേ വീടൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. പക്ഷേ എന്നാലും പിള്ളേരെയൊക്കെ പറഞ്ഞയച്ച് കഴിയുമ്പോൾ എല്ലാ പാത്രം കഴുകാനും അടിക്കാനും തുടയ്ക്കാനും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം ചെയ്യും, ഇത്തിരി ഭക്ഷണം കഴിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഇത്തിരി നാമം ചൊല്ലി സ്വസ്ഥമായിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുക. ഈ കർട്ടനുകളൊക്കെ വലിച്ച് ജനലൊക്കെ, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്ന റൂമാണ്. അപ്പോൾ കർട്ടൻസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ജനലുകളൊക്കെ തുറന്നിടാണേ. ജനലുകളിൽക്കൂടെ മഴ പെയ്യണുണ്ട്. മഴയത്തൊക്കെ ഓടി ഈ കൊടയും ഇതൊക്കെ പിടിച്ച് ഓടിപ്പോയിട്ടാണ് എല്ലാവരും ഉണ്ടെങ്കിൽ വയ്യാണ്ടായി ഒരു കയറ്റുണ്ട്. അപ്പോൾ അത് ഇനി ഞാനവിടെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഒരു നൈറ്റിയാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കട്ട് പീസാണ് വേറെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചത്. വരച്ചൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുക. പിന്നെ ആരി വർക്ക് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതും അവിടെ വെച്ചിരിക്കുക. പിന്നെ നമുക്ക് കുറച്ച് നാമൊക്കെ ചൊല്ലിയിട്ട് അടുത്ത അങ്ങനെ നാമം ഞാൻ ഇത്തിരി കുറച്ച് ചൊല്ലിയുള്ളൂ കേട്ടോ. എനിക്ക് സഹസ്രനാമങ്ങൾ ചൊല്ലാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൃഷ്ണൻ്റെയും പിന്നെ നാരായണത്തേലും കുറച്ചൊക്കെ നാമം ചൊല്ലി. ഭയങ്കരമായ ക്ഷീണമുണ്ട്. ഞാൻ പിന്നെ ചൊല്ലാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്താ ചെയ്യാമെന്നറിയോ, ഈ വെറുതെ ഇരിക്കുകയാണെന്നാണ് എല്ലാവരും പറയുക. കാലത്ത് 4 മണിക്ക് ഇട്ടിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ അത് കറി ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി, മുട്ടയുണ്ടാക്കി, ചോറുണ്ടാക്കി. ഇതൊക്കെ ഈ പിള്ളേർക്ക് പാക്ക് ചെയ്ത് പിള്ളേരെ ഏൽപ്പിച്ച് ചേർത്ത് LKG-യിലാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പല്ലേച്ച് കുളിപ്പിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞയച്ചു. അവിടെ കൊണ്ടാക്കണം. ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ചിട്ട് നല്ല മാറ്റങ്ങൾ ഇതുണ്ട്. പെരിമെനോപോസിൻ്റെ സിംറ്റംസ് ആയിരിക്കാം. പെരിമെനോപോസ് ഒത്തുള്ളൊരു ജീവിതം, ഒരു ഫൈറ്റിങ്, അതും എലോണായിട്ടുള്ളൊരു ജീവിതമാണ് കേട്ടോ. തനിച്ചും ഒറ്റപ്പെടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്നും സംസാരിക്കാനൊന്നുമില്ല, പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒറ്റപ്പെട്ടൊരു ലൈഫ് ഇതാണ്. എന്താ വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ കുട്ടി ഫൈറ്റ് നമുക്ക് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞത് ആരോടൊക്കെ സംസാരിക്കാനുണ്ടായി. എനിക്ക് ഇത്തിരി വയ്യാതെ കുറയുമെന്ന് തോന്നുന്നു. പക്ഷെ ജോലിക്ക് അതിനൊക്കെ ഒരു കൊച്ചു കുട്ടിയല്ലേ. അപ്പോൾ മോന് ചെറുതായ കാരണം നമുക്കതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല. അപ്പോൾ ജോലിക്കൊക്കെ പോകാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത്തിരി വലുതാവട്ടെ, അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോവാം. പിന്നെ എനിക്ക് അറിയാമല്ലോ,
ഇപ്പോഴും പുറത്തേക്ക് പോകാനൊരു അങ്ങനെ പുറത്ത് പോയത് ഒരുപാട് അകത്ത് ഇരിക്കാത്ത ആളായിരുന്നു ഞാൻ. എന്നിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആവാനും പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്താണെന്നറിയോ, ഭയങ്കര ക്ഷീണം, ഭയങ്കര തണ്ടൽ വേദന, ഭയങ്കര കഴുത്തിൻ്റെ ബാക്ക് പെയിൻ. പക്ഷെ വീട്ടിലേക്ക് എത്താമെന്ന് വെച്ചാൽ അതൊക്കെ മാറി കേട്ടോ. ഒരു കംഫർട്ട് സോണാണ് എൻ്റെ വീട്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പെരിമെനോപോസിലെ ഓരോ സിംറ്റംസിനനുസരിച്ച് കൂടി ജീവിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു ഡാൻസ് വർക്കൗട്ട് ആദ്യമൊക്കെ ചെയ്തിരുന്നു. പ്രോട്ടീനൊക്കെ എഗ്ഗൊക്കെ 2 എഗ്ഗ് വെച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു എനർജി ഉണ്ടായിരുന്നതാണ്. ഇനി നോക്കണം, ഇന്ന് തൊട്ട് എല്ലാ ഡാൻസ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ നല്ല വണ്ണുണ്ട്, വണ്ണം കുറച്ചെടുക്കട്ടെ നമുക്ക്, വണ്ണം കുറച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ ലൈഫ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവൾ ഒരുപാട് ഞാൻ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്കതിന് കൂടുതൽ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് കഴിവുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഒന്നും എത്തിയില്ല, എവിടെയും എത്തിയില്ല എന്നുള്ളൊരു ആ കുട്ടി എന്നോട് അതൊരു സൂചിപ്പിച്ചു. ഞാനിപ്പോൾ സ്വന്തമായിട്ട് അവൾ ഗൾഫിലാണ്, അപ്പം അതിനനുസരിച്ച് അവൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച്, അവൾ ഡൈവോഴ്സ് ചെയ്യാണ് കേട്ടോ, പക്ഷെ സ്വന്തമായിട്ട് വീട് വെച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എവിടെ എത്തില്ല എന്നുള്ളൊരു ഒരു ടോക്ക് അതിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എത്താണ്ടിരിക്കാൻ എൻ്റെ യാത്രയുടെ എൻ്റെ ഒന്നും ആയിട്ടില്ല. ദൈവം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ ചെറുതായി ഒന്ന് പരീക്ഷിച്ചു എന്ന് മാത്രം. ആ പരീക്ഷണങ്ങളൊക്കെ എന്നെ കരുത്ത് എനിക്ക് അതിനൊക്കെയുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് ദൈവം തെളിയിച്ച് തരായിരുന്നു. ഇനി ഈ ശക്തിയോട് കൂടി തന്നെ എനിക്ക് ശക്തി ആർജിച്ചെടുക്കണം. ദൈവം പറയുന്നത് എങ്ങനെയാണ് വെച്ചാൽ, എനിക്കിതിനെ കൈ പിടിക്കാൻ, വീടോടത്തുനിന്ന് കൈ തരാനേ പറ്റുള്ളൂ, നീയാണ് അത് പിടിച്ച് എഴുന്നേൽക്കേണ്ടത് അല്ലേ. അപ്പം ഞാനാണത് പിടിച്ച് എഴുന്നേൽക്കേണ്ടത്. അപ്പോൾ എൻ്റെ ടോക്കൊക്കെ ഭയങ്കര ബോറായി തോന്നുന്നുണ്ടാവില്ലേ. എനിക്കിത് സംസാരിക്കുന്നത് ഈ ബാക്കിൽ പെയിൻ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കാൽസ്യത്തിൻ്റെ ഗുളിക, കാൽസ്യം വൈറ്റമിൻ ഡി ചേർന്നിട്ട്, വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ കുറവുണ്ട്. അപ്പോൾ കാൽസ്യം വൈറ്റമിൻ ഡി ചേർന്നിട്ടുള്ള ഗുളിക തറേശൽക്കാൾ ഇത് കഴിക്കാറുണ്ട്. ഇത് ഞാൻ 500ൻ്റെ ഒരെണ്ണം വെച്ച് കഴിക്കും. കാൽസ്യം അത് കുറവാണ്. ബാക്ക് പെയിൻ, കഴുത്ത് പെയിൻ എടുത്തിട്ട് ഭയങ്കര പെയിനാണ്. അത് കഴിക്കാം. അങ്ങനെ ഗുളികയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പണിയൊക്കെ ഉണ്ട്, ആകെ കൊണ്ട് കഴിയാം. ഈ നാളികേരം ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ മെഷീൻ ചിരവയുടെ ഒരു മെഷീനായിരുന്നു, അത് കേടായിപ്പോയി. അതെന്താണാവോ ഇടിവെട്ടിയിൽ പോയി തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ കൊത്തി വെക്കണം, കൊത്തി വെക്കണം. അത് അത്ര നല്ല വീടൊന്നുമല്ല, 7,000 രൂപയാണ് ഇതിൻ്റെ വാടക. പക്ഷേ ഞാനത് കറക്റ്റായിട്ട് നോക്കിയിരുത്തില്ലല്ലോ, അത് കാരണം അത്രയ്ക്കും നല്ല വീടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഈ ഏരിയയിൽ അത് ഒരു ഗ്രാമത്തിൻ്റെ ഏരിയയാണ്. ഇത്രയും വാടക കൊടുക്കുമ്പോൾ ഇത്തിരി നല്ലൊരു വീട് എനിക്കെടുക്കാമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് കട്ടെ എന്ന് വിചാരിച്ചു. നമുക്കൊരു വീട് ഉണ്ടാവും നമ്മുടെ വീട്, നമുക്ക് എന്തായാലും ഒരു വീടുണ്ടാവും. സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നാണ് ആഗ്രഹം. കാരണം ഇനി ഇത് മതി കേട്ടോ. ഇനി പണികളൊക്കെ ഉണ്ട്, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയും ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ചുമ്മാ അങ്ങനെ വീഡിയോ ഇടാണ്.
അത് ഇഷ്ടമുള്ളവർ കാണാം. എൻ്റെ പ്രശ്നങ്ങളല്ല, ഞാൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് പെരിമെനോപോസിൽ അലോണായിട്ട്, പിന്നെ ഒരുപാട് ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സിനോട് നമുക്ക് എങ്ങനെയാണ് പൊരുതുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ പണിയില്ല, വെറുതെ ഇരിക്കല്ലേ, ഒരുപാട് പണിയുണ്ട് കേട്ടോ, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കല്ല. അപ്പം ഓക്കെ, അങ്ങനെ പിന്നെ വരണ്ട്. ഓക്കെ.